ഇത് എന്താണെന്നല്ലേ, ഇത് നമ്മൾ പ്ലാവിലേക്കകത്ത് ഉണ്ടാക്കിയ ഇഡലിയാണ് കേട്ടോ. ഈ ഇഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ചമ്മന്തിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിലേക്ക് പോകാം. പ്ലാവില എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കപ്പ് ഉണ്ടാക്കാം. പണ്ടൊക്കെ ഉള്ളവരൊക്കെ ഇത് ഉണ്ടാക്കി ഇങ്ങനെയാണ് പാത്രത്തിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്കിത് നോക്കാം. ഇങ്ങനെ പാത്രം വെക്കുക, ഇങ്ങനെ 4 ഇതിലോട്ട് ഈർക്കിൽ കുത്തി വെക്കുക, എന്നിട്ട് ഇങ്ങനെ വളച്ചെടുക്കുക. അങ്ങനെ ഓരോന്ന് കുത്തിയെടുക്കുക. ഇപ്പം നല്ലൊരു പാത്രമായി. ഇനി ഇതിനകത്ത് നമുക്ക് മാവ് കോരി ഒഴിച്ച് ആവിക്ക് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ ഇഡലിയുടെ മാവാണ്. ഇഡലിയുടെ മാവിനകത്ത് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, പിന്നെ ചുമന്നുള്ളി ഒരു 5-6 ചുമന്നുള്ളിയും കൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കാം. ഈ മാവ് നമുക്ക് പ്ലാവിലയുടെ നമ്മുടെ പാത്രത്തിൽ, നമ്മൾ പുതിയ ഉണ്ടാക്കിയ പാത്രമില്ല പ്ലാവിലയുടെ, അതിനകത്തോട്ട് നമുക്ക് കോരി ഒഴിക്കാം. ഉപ്പ് നീരൊഴിച്ച് കൊടുക്കാവേ. ഉപ്പ് നീരൊഴിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയിരുന്നു, രണ്ടാമതെടുത്ത്. മാവ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി ചമ്മന്തി ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം, കുറച്ച് ചുമന്നുള്ളി, ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് അരച്ചിട്ട് കടുക് താളിച്ചെടുക്കാം. നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് നമ്മൾ കടുക് താളിച്ചെടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് താളിച്ച് വയ്ക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തിയിലേക്ക് താളിച്ച് വയ്ക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്ത് നിന്ന് എടുക്കാം.
നമ്മൾ ചമ്മന്തി ഇതിലേക്കകത്ത് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.